സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 23 വാക്യം. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരും. ഈ ലോകത്ത് തൊഴിൽ രഹിതരായിട്ട് ഒരുപാട് പേരുണ്ട്. അവരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് ആവശ്യമായ തൊഴിൽ വിവിധ മേഖലകളിലായി ധാരാളമായിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി അനേക തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അവരവരുടേതായ തൊഴിലിനനുസരിച്ചുള്ളതായ വേതനവും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല വിദ്യാഭ്യാസവും ജോലി സാധ്യതയൊക്കെ ഉള്ളതായ തൊഴിലുകൾ പഠിച്ചവർക്ക് അതിൻ്റേതായ വരുമാനം അവർക്ക് ലഭിക്കുവാനിടയെത്തി. അതുകൊണ്ട് ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് നമുക്ക് ആദായമുണ്ട്. അത് നമുക്ക് ലാഭകരമായി തീരും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാൻ കഴിയും. അങ്ങനെ ആത്മാർത്ഥതയോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ജോലി ചെയ്യുവാനുള്ളതായ താല്പര്യമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. എല്ലാവരും വെറുതെ ചുമ്മാതെ ഇരുന്ന്, ഇവിടെ പറയുന്നു, അധരചർവണം കൊണ്ട് വെറുതെ വാചകം അടിച്ച് സമയം കളയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ചിലർക്ക് വരുമാനം ആവശ്യമാണ്, തൊഴിൽ ചെയ്യുവാൻ അവർക്ക് താല്പര്യമില്ല. അവർ വെറുതെ നോക്കിയിരുന്ന് കാശ് മേടിച്ചു കൊണ്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ വിവിധ തരത്തിലുള്ളതായ മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ സദൃശവാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചിലർ ഉറങ്ങിയാണ് തീർക്കുന്നത്. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടി കിടക്കുക, അങ്ങനെ ഉറങ്ങി ജീവിതം തീർക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. വേറെ ഭാഗത്ത് ഇങ്ങനെ പറയും, നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. വെറുതെ ഉറങ്ങി തീർക്കുന്നവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമേ വരൂ. ഇവിടെ പറയുന്നു, അധരചർവണം കൊണ്ട് ഞെരുക്കമേ വരൂ. വെറുതെ വാചകം അടിച്ച് ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ളതായ ലാഭവും നമുക്കുണ്ടാക്കുവാൻ കഴിയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് സാധ്യമായിരിക്കുന്ന എല്ലാ തൊഴിലുകളും നമ്മൾ ചെയ്ത് ജീവിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബത്തിനും നമ്മളായിരിക്കുന്ന സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ അത് വളരെ പ്രയോജനം ചെയ്യേണ്ടതാണ്. പക്ഷെ പലരും തൊഴിൽ രഹിതരായി വെറുതെ നടക്കുന്നു എന്നുള്ളത് വലിയ സങ്കടമാണ്. ഹല്ലേലൂയ. ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് യാതൊരു തൊഴിലും നമുക്ക് തരികയില്ല. അത് ആവശ്യമുള്ളവർ അങ്ങോട്ട് പോയി കണ്ടെത്തി നമുക്ക് തൊഴിൽ ചെയ്യുവാനിടയായി തീരണം. അവർക്ക് അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ളതായ വേതനവും അവർക്ക് ലഭിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഞെരുക്കമുണ്ടാക്കി വയ്ക്കുന്നത് എന്തിന്? ഈ വചനം മൂലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ വെറുതെ വാചകം അടിച്ച് നടക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമേ ഉണ്ടാക്കി വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. അനേക ദൈവഭക്തന്മാരായിട്ടുള്ളവരും ദൈവദാസന്മാരായിട്ടുള്ളവരെയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും ഒരു മുട്ടും വരുത്തുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. അവർ സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. അതല്ലാതെ ദൈവത്തെ യഥാർത്ഥമായി ഭജിക്കുകയും അവൻ്റെ വചനമനുസരിച്ച് എന്നും ജീവിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവനെ പിന്തുടരുവാനിടയായിത്തീരും. അവനൊരിക്കലും ദരിദ്രനാകുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ദരിദ്രരായി തീരുന്നത്. മറ്റൊരു ഭാഗത്തിനെ പറയുന്നു, നിനക്ക് ഭക്ഷണത്തോട് പ്രിയമുണ്ടെങ്കിൽ നീ അതിനൊരു വിലക്ക് കൽപ്പിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അമിതമായ ഭക്ഷണങ്ങൾ
കിട്ടുന്ന വരുമാനത്തിലും അതിൽ കൂടുതലും ചിലവഴിച്ച് ആഹാരം കഴിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. സുഖലോലുപരായി ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള അനേക സമ്പന്മാർ ദരിദ്രരായി തീർന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ലഭിക്കുന്ന വരുമാനം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് കുടുംബം എല്ലാ രീതിയിലുള്ള ദാരിദ്ര്യത്തിലേക്കും കടന്നുപോയി അവസാനം ആത്മഹത്യയിലും ആത്മഹത്യയുടെ വക്കിലും എത്തി നിൽക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഏത് തൊഴിലും അതിൻ്റെതായ മാന്യത നമ്മൾ കൽപ്പിക്കണം. ഇന്ന തൊഴിലെ നമ്മൾ ചെയ്യുവാൻ പാടുള്ളൂ എന്നുള്ള ആ വ്യവസ്ഥകൾ നമ്മൾ മാറ്റണം. ഏത് തൊഴിലും അതിൻ്റെതായ മാന്യതയോടുകൂടി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ളതായ ആ തൊഴിലിൽ നിന്ന് നമുക്കൊരു വരുമാനം ലഭിക്കുവാനിടയായിത്തീരും. അത് നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ആമേൻ അത് നമ്മളെ കൊണ്ടുപോകുവാനിടയായിത്തീരും. അതുമൂലം നമ്മുടെ തലമുറകൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനിടയായിത്തീരും. അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനും അതിൽ കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ താൽക്കാലികമായുള്ള ആ ഞെരുക്കങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുവാനും അതിൽ കൂടി കഴിയേണ്ടതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനപ്രകാരവും ദൈവം നമ്മളോട് ആജ്ഞാപിച്ചിരിക്കുന്നതായ ഏത് തൊഴിലും നമ്മൾ ചെയ്ത് ജീവിക്കുന്നതിൽ യാതൊരു നാണക്കേടും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. വെറുതെ വാചകമടിച്ചും വെറുതെ ഉറങ്ങിയും വെറുതെ ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും റോയൽ ഫുഡുകൾ കഴിച്ചും ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ എല്ലാ നന്മകളും സന്തോഷത്തോടെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ആമേൻ സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ അതിനായി സഹായിക്കട്ടെ. വെറുതെ സംസാരിച്ചും ഉറങ്ങിയും ഭക്ഷണം കഴിച്ചും നമ്മളുടെ സ്വത്തും സമ്പാദ്യവും ഒന്നും നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചരതിച്ച് വയ്ക്കുക. അവർക്ക് നല്ല ഭാവി ഉണ്ടാകുവാനും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അത് ഉപകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് നാം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ കേട്ട വചനങ്ങളും പാടിയ പാട്ടുകളൊന്നും വൃഥാവായി തീരാതെ ചിലരുടെയെങ്കിലും ജീവിതത്തിലെ ദാരിദ്ര്യം മാറ്റുവാൻ, ഞെരുക്കങ്ങൾ മാറ്റുവാൻ അത് ഉപകരിക്കുമാറാകണം. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഈ രാത്രിയിൽ സമൃദ്ധമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും കിടന്നുറങ്ങുക. നാളത്തെ പ്രഭാതം കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ നിങ്ങൾക്ക് ദൈവം ഇടയാക്കി തീർക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.